അപ്പോളേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി കേട്ടോ, ഒരു 100 ലൈക്ക് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. ഓൺ തയ്യാറെന്നുള്ള ബോർഡ് എടുത്ത് മാറ്റിയില്ല, അപ്പൊ സാധനം ഉണ്ടാവും. പോയി നോക്കെ, 2 മണി കഴിഞ്ഞിട്ടുണ്ട്. കയറി നോക്കട്ടെ കേട്ടോ. ഓ, സാധനമൊക്കെ സെറ്റാ. നമുക്ക് ചോറ് കഴിക്കാനാ വന്നത്, പിന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി. എന്താ അടിപൊളി, കാണുമ്പോൾ തന്നെ എന്തൊരു സുഖാലേ. മീൻകറി എന്ന് തോന്നിട്ടോ, തേങ്ങരച്ച മീൻകറി അത് തന്നെ. അപ്പൊ ഇലട്ടൊക്കെ പെട്ടെന്ന് ഒരു മീൻ പൊരിച്ചോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചോറ്, പച്ചക്കറി ഉണ്ട്. ഇത് എന്തിന്റെ സാധനം, നല്ല പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ആദ്യം അത് തന്നെ. അടിപൊളി, നല്ല കറിയാട്ടോ. ഇങ്ങനത്തെ നാടൻ ഹോട്ടലിൽ ഇങ്ങനത്തെ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ പക്ക നാടൻ കറിയില്ലേ, അത് കിട്ടും. നല്ല മീൻകറി കിട്ടോ. കുഞ്ഞമ്മ തരും, 3-4 മുമ്പ് കോരിട്ടിട്ടുണ്ട്. അല്ല, ഈ കറിയെ പറ്റി ഞാൻ എന്തും പറയാനാ, കാണുമ്പോൾ തന്നെ അറിയാലോ. ഞാൻ ഒന്നും പറയുന്നില്ല, അത് കണ്ടാ അറിയാം കറി നന്നുള്ളത്. അടിപൊളി, നല്ല മീൻകറി, നല്ല പച്ചക്കറി കേട്ടോ. എനിക്ക് ഒരു സ്പെഷ്യലായിട്ടും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അതാണ് നല്ല കറികളായാലല്ലേ ഗുണം കേട്ടോ. പിന്നെ നമ്മളൊരു മീൻ പൊരിച്ച വാങ്ങിയിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് അച്ചാറ്, ഉപ്പേരിയൊക്കെ ഉണ്ട്, പച്ചടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പേരി കൊണ്ട് എടുത്ത് വെച്ച്, പപ്പട സൈഡിലുണ്ട്, ഒരു മീൻ പൊരിച്ച അല്ല അതിൻ്റെ കേതറാട്ടോ. 40 ഉറുപ്പികയിലൂടെ ഒരു പീസിന് വരുന്നുള്ളൂ. പോരെ, അതാണ് ചെറിയ വില, നല്ല ഫുഡ്. ഇങ്ങനെ വെച്ച് അങ്ങനെ കൂട്ടി അങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഒരു പിടി ഫ്രഷ് മീനാട്ടോ, ആ ടേസ്റ്റ് അറിയാണ്ട്. നല്ല മീനാണെങ്കിൽ തന്നെ എന്താ പറയാ, കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അല്ലെങ്കിൽ ചില കാലത്ത് ചീഞ്ഞ മീനൊക്കെ ആണെങ്കിൽ പോയി, ആ ഫുഡേ പോയി. അപ്പോൾ ഇതെന്തായാലും ചെറിയ വിലക്ക് ഒരു നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്നതിട്ടാലും നല്ലൊരു ഊണ്. അതാണ് ഇങ്ങനത്തെ സ്ഥലം കേട്ടോ. പിന്നെ മോരോ രസമോ മോരാട്ടോ, കുറച്ച് മോരും കൂട്ടി കഴിക്കാം. ഞാനും വൈഫും ഉണ്ട്, വേറെ കുറച്ച് സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. രണ്ടാളും കൂടി എല്ലാം കൂടി തീർക്കാനുള്ള പരിപാടിയാണ്. മോരും അങ്ങോട്ടെ, നല്ല പുളിയൊക്കെ ഉള്ള മോരാട്ടോ. ആ പച്ചക്കറിയാണ് എനിക്ക് ഇവിടെ സ്കോർ ചെയ്തത്. അടിപൊളി. പിന്നെ ഞാൻ കുറച്ച് കോഴിപ്പാട്സ് ആ പൂരീൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ബീഫ് കഴിക്കാൻ ചിറങ്ങിയായിരുന്നിട്ട്. ഇവിടെ രാവിലെ ഒന്ന് നല്ല അടിപൊളി ബീഫ് കിട്ടും. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വന്നത്. പക്ഷെ തീർന്നു, 2 മണി കഴിഞ്ഞ് നമ്മളെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം തീർന്നു. അടിപൊളി കോഴിപ്പാട്സ് കിട്ടും. നോക്കട്ടെ, ഞാൻ പൂരീനോട് കഴിക്കാൻ ചേരുന്നു. അത് നോക്കട്ടെ, ചോറിനോട് ആ ഒരു ഗ്രേവി നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഉള്ളത്. നല്ല രസം കേട്ടോ കഴിച്ചപ്പോൾ. ആ ഒരു എന്താ പറയുക, പച്ചക്കറീൻ്റെ മുകളിലും കൂടെ എടുത്തിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പിടി പിടിച്ച് നോക്കട്ടെ. അധികം എരിവൊന്നും ഇല്ലാത്ത നമ്മളെന്താ പറയുക, ഉള്ളീൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ, ആ ഒരു മധുരം. പിന്നെ കഷ്ണം കുറവാട്ടോ, അത് ഉച്ച സമയത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അവരുള്ള ഒരു തന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും 50 ഉറുപ്പികയല്ലേ വരുന്നുള്ളൂ. നല്ല അടിപൊളി ഗ്രേവി. ഈ ഗ്രേവി ദിവസം ഇങ്ങനെ തന്നെയാണ് ഇവർ സെർവ് ചെയ്യുന്നതെങ്കിൽ അടിപൊളിയാട്ടോ. പൂരിനോട് നിന്ന് കഴിച്ചോട്ടെ, പൊറാട്ടയൊക്കെ കിട്ടും. ഞാൻ പൂരി കണ്ടപ്പോൾ, ഇത് രാവിലെ ഉണ്ടാക്കുന്ന പൂരി കേട്ടോ, അത് കേട്ടപ്പോൾ കഴിച്ചു നോക്കാൻ വിചാരിച്ചു. കണ്ടല്ല ഗ്രേവി കേട്ടെ. ഇത് ദിവസവും ഇവർ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ അടിപൊളിയാട്ടോ. ഓർ എരിവൊന്നും ഇല്ലാതെ നല്ലൊരു സാധനം. ആ ഉള്ളീൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി കേട്ടോ. കഴിച്ചുകൊണ്ട് ചോറും ഒരു 50 ഉറുപ്പിക കോഴിപ്പാട്സും വരാം. ഇപ്പം 2 ഫ്രണ്ട്സൊക്കെ വരാണ്, ഒരു കോഴിപ്പാട്സും വാങ്ങിയാൽ പോരെ, അടിപൊളിയല്ലേ. രണ്ടാൾക്ക് കഴിക്കാനുള്ള ധാരാളം സാധനം ചോറിനോട് കഴിക്കാൻ. ഒന്ന് കഴിച്ചൊക്കെ എടുത്തിട്ട് കുറച്ച്. വൈഫിന് കോഴിപ്പാട്സ് വലിയ ഇഷ്ടമല്ല, അതാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് സ്പോട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളെ കോഴിക്കോട് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഒരു പ്രസന്നത്തിൻ്റെ വീഡിയോ ഒരു ഹോട്ടൽ നമ്മൾ ചെയ്ത് ഓർമ്മ ഉണ്ടോ, പാലത്ത് പറഞ്ഞ സ്ഥലത്ത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അങ്ങനത്തെ നാടൻ ഫുഡ് കിട്ടുന്ന 2-3 ഹോട്ടൽ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കാം. പാലത്ത് കേട്ടോ, ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് പുറത്തിറങ്ങിയിട്ട് കാണിച്ചാൽ ആ ജംഗ്ഷൻ ചെറിയ ലിവറൊക്കെ കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു 50 ഉറുപ്പികയ്ക്ക് ചോറ്, 50 ഉറുപ്പിക ഇതേപോലെ പാട്ട്, 40 ഉറുപ്പിക മീൻ പൊരിച്ചൊക്കെ, വേറെ എന്താ വേണ്ടല്ലോ നമുക്ക് കഴിക്കാൻ. അപ്പം അങ്ങനത്തെ അടിപൊളി. അപ്പോളേ മെയിൻ കാര്യം വിട്ടു കേട്ടോ പറയാം, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിന് കൗണ്ട് അങ്ങോട്ട് കൂടി വരുന്നില്ല. പിന്നെ ഒരു ലൈക്ക് ഇല്ലെങ്കിൽ ഒരു അൺലൈക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കാം, ഒരു റെസ്പോൺസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയ്ക്ക് മൊത്തത്തിൽ ഒരു 100-150 ലൈക്ക് കിട്ടണമെന്നൊരു പ്രതീക്ഷ, ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ടേക്കാം. പിന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ കോഴിക്കോട് നരിക്കുനിക്ക് പോകുന്ന, കുമാരസ്വാമിന്ന് നരിക്കുനിക്ക് പോകുന്ന റോഡ്, പാലത്ത്. ഗൂഗിൾ മാപ്പിൽ പാലത്ത് സെർച്ച് ചെയ്താൽ കറക്റ്റ് അവിടെ എത്തും. ട്രാൻസ്ഫോമറിന്റെ ബാക്കിലാട്ടോ ഒരു ഹോട്ടൽ ജന.